വളരെ മോശമായ നിലവാരത്തിലെത്തുകയും അത് ആത്മഹത്യയിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കുടുംബത്തെയും വ്യക്തികളെയും ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു. ഹൃദയപൂർവ്വം സ്വീകരിച്ചാലും കരുതൽ. ദേവു, നീ എവിടെയാണ്? ഞാനിവിടെ ഉണ്ടമ്മേ, ദാ വരുന്നു. വേഗം ഒരു കുട്ടി, സന്ധ്യയായി. വിളക്ക് വെച്ച് നാമം ജപിക്കും. ദീപം ദീപം ദീപം. അമ്മേ, ഞാൻ പുറത്തു പോയോ? ഇപ്പൊ വരാം. ഇങ്ങനെ പുറത്തു പോയി പതിവില്ലല്ലോ. എന്റെ കൂട്ടുകാരൻ ഹരിയെ ഒന്ന് കാണാനാ. പെട്ടെന്ന് വന്നേക്കണം. ശരി അമ്മേ, ഓക്കെ, ബൈ. ഈ സമയത്താണോ കുട്ടികളെ പുറത്തു വിടുന്നത്? അവൻ പോയിട്ട് വരട്ടെ, അമ്മ ഒന്നും മിണ്ടാതിരിക്കും. എടാ രാജീവ്, നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? ഇല്ലടാ, അത് കൈമടങ്ങി. എന്തു പണിയാണ് നീ കാണിച്ചത്? ഞാൻ ഒപ്പിച്ചു തരാം, നീ ഒന്ന് സമാധാനിക്കും. അത് കിട്ടിയാൽ കുഞ്ഞ മോനെ നീ സ്വർഗം കാണും. ഇങ്ങനെ മായാലോകത്ത് പറന്നു നടക്കും. ഗോപു, ഇവിടെ വരൂ. നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? അത് നിന്റെ സകല ഇഷ്ടങ്ങൾക്ക് ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഇവിടെ നടക്കില്ല. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പോക്കും വരും. അത് ഞാൻ അനുവദിച്ചു തരില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നേക്കെ വളർത്തുന്നത്. ഓ, എല്ലാ മാതാപിതാക്കളും ചെയ്തത് അച്ഛനും ചെയ്തുള്ളൂ. മക്കളെ, അച്ഛനോട് തർക്കുത്തരം പറയരുത്. അച്ഛമ്മയുടെ കാര്യം നോക്കുക. അവിടെ ഞാൻ പോയി ഇരിക്കും. നിങ്ങൾ പഴഞ്ഞ തലമുറയാണത്. ഇന്നത്തെ കുട്ടികൾ അല്പസ്വല്പം അടിച്ചു പൊളിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അവനും അല്പം അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. അച്ഛൻ പറഞ്ഞ വലിയ കാര്യമാക്കണം. മക്കൾ ചെയ്തു. May I come, teacher? Yes, come in. കൊണ്ടുവന്നു പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയായിട്ട് പറഞ്ഞാൽ മതി. പണം അതെനിക്ക് പുല്ല. എൻ്റെ അമ്മ ഞാൻ ചോദിച്ച പണം എന്തിനാണെന്ന് പോലും ചോദിക്കാതെ എനിക്ക് തരും. ഓക്കെ അറിയ, സാധനം ഞാൻ തരാം, നീ പണം തന്നാൽ മതി. Keep silence. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും എക്സാമിന് നന്നായി പഠിക്കുക. God bless you all. Yes, ma'am. Thank you. ഗോപു, നിന്റെ പേരെങ്കിൽ എന്നെ വന്ന് കാണാൻ പറയണം. യെസ് മിസ്. ഗോപു എങ്ങനെയുണ്ട് വീട്ടിൽ? പഠിക്കുന്നുണ്ടോ? എപ്പോഴും കളിയും TV കാണലും പിന്നെ ഫുൾ ടൈം ഫോണിലുമാണ്.
പഠിത്തത്തിൽ വലിയ ശ്രദ്ധയില്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഏയ് അങ്ങനെയൊന്നുമല്ല, അവൻ നന്നായി പഠിക്കുന്നുണ്ട്. പിന്നെ TV ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ. കുട്ടികളായ കുറച്ച് കളിയൊക്കെ വേണ്ടേ? അവൻ എപ്പോഴും മൊബൈലിലാണല്ലോ. ഓ, അതിപ്പോ ആർക്കാണ് ഇല്ലാത്തത്? നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. അവനെ ഒന്ന് ശ്രദ്ധിക്കണം. മാർക്കൊക്കെ വളരെ കുറവാണ്. മാത്രമല്ല ക്ലാസ്സിലെ ചില സംസാരങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൂട്ടുകാരുമായുള്ള അമിതമായ കൂട്ടുകെട്ടും ഫോൺ വിളികളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ മോനെ എനിക്കറിയാം. ടീച്ചർ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട. എന്റെ മോൻ നല്ലവനാണ്. അവനെ ആവശ്യമില്ലാത്തതൊന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല. കുറ്റപ്പെടുത്തിയതല്ല. നാളെയുടെ വാഗ്ദാനമായ ഈ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തുവാനുള്ള കടമ മാതാപിതാക്കളെ പോലെ തന്നെ ഞങ്ങൾക്കും ഉള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആ, ഓക്കെ. നിങ്ങളുടെ ഫോണല്ലേ വെള്ളടിക്കുന്നത്? നീ അതൊന്നും എടുത്തു. ഹലോ, ഗോപു സുരേഷിന്റെ വീടല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ മുന്നൂർ സ്റ്റേഷനിൽ നിന്ന് മെസ്സേജ് രവീന്ദ്രനാണ് വിളിക്കുന്നത്. നിങ്ങളുടെ മകനും കൂട്ടുകാരും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തുക. അതെ, പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് ഫോൺ വന്നത്. നമ്മുടെ മകൻ പോലീസ് സ്റ്റേഷനിലാണെന്ന്. എന്താണ് കാര്യം? ഒന്ന് വേഗം വാ, നമുക്കൊന്ന് അന്വേഷിക്കാം. മക്കളെ, എന്റെ പേരക്കുട്ടിക്ക് എന്തു പറ്റി? ഒന്ന് വേഗം ചെല്ലൂ. കയ്യും കാലും ഒക്കെ വിറയ്ക്കുന്നല്ലോ ഈശ്വര. വാ പോകാം, വേഗം എഴുന്നേൽക്ക്. എന്റെ ഈശ്വര, എന്റെ കുട്ടിയെ കാത്തോളണേ. എന്റെ ഭഗവാനെ, ആപത്തൊന്നും വരുത്തല്ലേ. എന്റെ കൊച്ചുമോനെ, നിനക്ക് എന്തു പറ്റി? പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. പോലീസ് സ്റ്റേഷനിലോ? എന്റെ കുഞ്ഞിന് എന്തു പറ്റി? മക്കളെ, പോലീസുകാർ നിന്നെ വല്ലതും ചെയ്തോ? ഇവൾ പണവും സ്വാതന്ത്ര്യവും അമിതമായി നൽകിയതിന്റെ ഫലമാണ് ഇതെല്ലാം. അവളെ മാത്രം കുറ്റപ്പെടുത്തേണ്ട. നീയും ഇതിലൊരു പങ്കാളിയല്ലേ? നിനക്കുമില്ലേ ഉത്തരവാദിത്തങ്ങൾ? ആരും ഒഴിഞ്ഞു മാറണ്ട. എന്റെ മക്കളെ, ഈ വൃദ്ധയ്ക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. മക്കളെ സ്നേഹിക്കണം, ലാളിക്കണം. പക്ഷെ ഒന്നും അമിതമാകരുത്. അതിന്റെ അനന്തര ഫലമാണ് നാം ഇവിടെ കണ്ടത്. മക്കൾക്ക് നാം എല്ലാം വാരിക്കോരി കൊടുക്കുമ്പോൾ അവർ എവിടേക്ക് പോകുന്നു, എന്തു ചെയ്യുന്നു എന്ന് കൂടി നാം ശ്രദ്ധിക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനും അകപ്പെട്ട് മൂല്യബോധം നഷ്ടപ്പെടുന്ന ഒരു തലമുറയാകാതെ മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന കുരുപൂതരെ ആദരിക്കുന്ന, മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാം. ഒന്ന് മാത്രം എടുത്തു പറയട്ടെ: ശിക്ഷിക്കേണ്ട സമയങ്ങളിൽ ശിക്ഷിക്കാനും തിരുത്തേണ്ട സന്ദർഭങ്ങളിൽ തിരുത്തുവാനും ദയവ് ചെയ്ത് മടി കാണിക്കല്ലേ. കുഞ്ഞുങ്ങൾക്ക് വെളിച്ചം പകരുന്ന വഴിവിളക്കുകളാകാം നമുക്ക് മദ്യവും മയക്കുമരുന്നും പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന ലഹരിക്ക് പകരം മാതാപിതാക്കളുടെ കളയില്ലാത്ത സ്നേഹവും ഗുരുഭൂതരുടെ കരുതലും മുതിർന്നവരുടെ പരിചരണവും ഓരോ കുഞ്ഞുങ്ങൾക്കും ലഹരിയായി മാറട്ടെ.